കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും സന്തോഷമായിരിക്കുന്നുവോ, സുഖമായിരിക്കുന്നുവോ? ഞാനിത് ചോദിക്കാൻ കാരണം, നാളുകളായി സന്തോഷത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. ഈ തിരുവചനം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതെൻ്റെ അനുഭവമാണ്. നിരാശപ്പെട്ട്, ദുഃഖിച്ച്, ഭാരപ്പെട്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച് വർഷങ്ങൾ ജീവിച്ച, ഏതാണ്ട് 19 വയസ്സുവരെയും അങ്ങനെ മാത്രം ജീവിച്ച യൗവനക്കാരനായിരുന്ന എൻ്റെ ജീവിതത്തിൽ 19ാമത്തെ വയസ്സിൽ യേശുവിൻ്റെ വചനം കേട്ടത്, തുടർന്ന് യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചത് എൻ്റെ ജീവിതത്തെ വളരെ സന്തോഷിപ്പിച്ചു. മാത്രവുമല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രിയ ഭാര്യ, കുഞ്ഞുങ്ങൾ, അങ്ങനെ ഇനി അടുത്ത തലമുറ, കൊച്ചുമോൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ഒരു സന്തോഷത്തിലേക്ക് വന്നതുകൊണ്ട് വീടടക്കം ആനന്ദിക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തിൽ കഴിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം സംസാരിക്കുന്നത്. നമുക്ക് തിരുവചനത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 34-ാമത്തെ വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വ്യക്തിപരമായ സന്തോഷം, വ്യക്തിപരമായ ആനന്ദം. കുടുംബമായുള്ള സന്തോഷം, കുടുംബമായുള്ള ആനന്ദം. സഭയായിട്ടുള്ള സന്തോഷം, ആനന്ദം. ഒരു ദേശത്തിന് മുഴുവൻ സന്തോഷം, ഒരു രാജ്യം മുഴുവൻ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ആ അനുഭവത്തിലേക്കുള്ള പ്രവേശനം. ഇതെല്ലാം നാം തിരുവചനത്തിൽ വായിക്കുന്നതാണ്. തിരുവചനത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ സത്യങ്ങളാണ്. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിൽക്കുന്ന ചില ആശയങ്ങളാണ് ഞാൻ ഏതാനും വാക്കുകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞത്. വീടടക്കം ആനന്ദിച്ചത്, വ്യക്തികൾ ആനന്ദിച്ചത്, ദേശം ആനന്ദിച്ചത്, ഒരു രാജ്യം ആനന്ദിച്ചത്, എല്ലാം തിരുവചനത്തിലുണ്ട്. ഇവിടെ നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസും ശീലാസും അവർ ഫിലിപ്പിയിൽ പോയി ദൈവവചനം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ. ആ ഫിലിപ്പിയിൽ ആദ്യമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന തുയത്തൈര പട്ടണക്കാരിത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലിഡിയ എന്ന് ഇംഗ്ലീഷിൽ പറയാം, ലുദിയ. ആ ലുദിയ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. അവൾ ദൈവഭക്തിയായിരുന്നുവെന്ന് ആണ് തിരുവചനത്തിൽ പറയുന്നത്. ദൈവഭക്തിയായ ഒരു സ്ത്രീ, ദൈവഭക്തിയായിരുന്നിട്ടും ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നിരുന്നില്ല. അത് ഒരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നും. ദൈവഭക്ത, പക്ഷേ കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാത്തവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഭക്തിയുണ്ട്, പക്ഷേ കർത്താവിന് വേണ്ടി ജീവിതം തുറന്നിട്ടില്ല. ഭക്തിയുടെ മാർഗങ്ങളിലൂടെ നടക്കുന്നുണ്ട്, ഭക്തി പ്രകടിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഭക്തിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാസ്തവമായി ഭക്തിയുടെ ഉറവിടമായ ക്രിസ്തു ഹൃദയത്തിൽ വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥ ഭക്തി, യഥാർത്ഥ ദൈവഭക്തി തുടങ്ങുന്നത് യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുക എന്ന അനുഭവത്തിലൂടെ. അതിലൂടെയാണ് നാം ഭക്തിയുടെ രാജ്യത്തിലേക്ക്, അഥവാ ക്രിസ്തീയ ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ലുദിയ ജീവിതം കർത്താവിന് കൊടുത്തു. അവളുടെ വീട്ടിൽ അപ്പോസ്തലനും ശീലാസും ചെന്നു. അവിടെ സന്തോഷിച്ചു. അവരും ആ വീട്ടിലുള്ള എല്ലാവരും കർത്താവിനെ കൈക്കൊള്ളാൻ ഇടയായി. അതേ അധ്യായത്തിൽ തന്നെയാണ് അതിനുശേഷം വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന ഒരുവളുടെ ഉള്ളിലുള്ള ഭൂതത്തെ, പൈശാചികനെ അപ്പോസ്തലൻ ശാസിച്ചു. ഭൂതം അവളെ വിട്ടുപോയപ്പോൾ അവളിലുള്ള ലാഭേച്ഛ ഹൃദയത്തിലുണ്ടായിരുന്ന അവളുടെ യജമാനന്മാർ ഈ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ഫിലിപ്പിൻ കാരാഗൃഹത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിലകപ്പെട്ടത്. കാരാഗൃഹത്തെ കാത്തുകൊണ്ട് കാരാഗൃഹ പ്രമാണിയുണ്ട്, അനേകം ഭടന്മാരുണ്ട്, ആയുധവർഗം ധരിച്ച ഭടന്മാർ ഇവരെ കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും കർത്താവിനെ പാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി.
കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നു. അതേ, ഞാൻ നിങ്ങളോട് സത്യം പറയാം, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ മുന്നിൽ കാരാഗൃഹങ്ങൾ തുറക്കും, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകും. ഞാൻ പറഞ്ഞത് പുറമെയുള്ള ഏതെങ്കിലും ജയിലിൻ്റെ കാര്യമല്ല. പിശാച് മനുഷ്യജീവിതത്തിലും കുടുംബത്തിലും കെട്ടിവെച്ചിരിക്കുന്ന ചില കാരാഗ്രഹങ്ങളുണ്ട്. മനുഷ്യനെ മുന്നോട്ട് വിടാതെ തടുത്തു വച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, തടഞ്ഞിരിക്കുന്ന ചില അനുഭവങ്ങൾ. എന്നാൽ അത് തകർക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. അത് തകർക്കാൻ മകനേന്ദ്രൻ്റെ സത്യാരാധനയ്ക്ക് കഴിയും. അതാണ് ആരാധനയുടെ മഹത്വം, അതാണ് ആരാധനയുടെ ശ്രേഷ്ഠത, അതാണ് സത്യാരാധനയുടെ ശക്തി. കർത്താവിന് സ്തോത്രം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവോടെ ഇറങ്ങി വന്നു. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അപ്പോൾ കാരാഗൃഹ പ്രമാണി വിചാരിച്ചു, ഈ തുറന്ന വാതിലിലൂടെ ഈ തടവുകാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, നീ തന്നെത്താൻ കൊല്ലണ്ട, നീ തന്നെത്താൻ കൊല്ലണ്ട. ഇവിടെ എന്താണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്? എന്താണ്? കർത്താവിന് സ്തോത്രം. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. 27-ാം വാക്യം. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പൊയ്ക്കളഞ്ഞുവെന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ പ്രിയരെ, തനിക്ക് തന്നെ ദോഷം ചെയ്ത് താൻ ആത്മഹത്യ ചെയ്യുവാനിരുന്ന കാരാഗൃഹ പ്രമാണിയോട് ആ തടവുകാരിൽ ഒരുവനായിരുന്ന പൗലോസ് ആത്മാവിൻ്റെ തേജസ്സോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, രക്ഷയുടെ സന്ദേശം ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങളുടെ നാവിൽ കർത്താവ് വചനം തന്നിട്ടുണ്ട്, നീ നശിക്കേണ്ട, നീ ആത്മഹത്യ ചെയ്യേണ്ട, നീ ഭയപ്പെടേണ്ട എന്ന് പറയാനിടയായി. ആ സന്ദേശമാണ് സുവിശേഷം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ദൈവം തന്ന ജീവിതം നഷ്ടപ്പെടുത്തി ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അവരോടെല്ലാം കർത്താവിനൊരു സന്ദേശമേ പറയാനുള്ളൂ. കർത്താവിൻ്റെ മക്കൾക്ക് ദൈവജനത്തെ അടിസ്ഥാനമാക്കി തരാനുള്ളൊരു സന്ദേശം അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച് ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഇനി അടുത്ത സമയം കിട്ടിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മകളെ, നീ ആത്മഹത്യ ചെയ്യേണ്ട, നീ മരിക്കേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ പറഞ്ഞു തരാൻ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള സുവിശേഷകർ ഈ ഭൂമിയിലുണ്ട്. യേശുവുമായി നിങ്ങളെ കണക്ട് ചെയ്ത് തരുവാൻ, ദൈവവചനവുമായി നിങ്ങളെ കണക്ട് ചെയ്യുവാൻ കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന ദൈവമക്കളുണ്ട്. അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്നവരല്ല, അവർ നിങ്ങളെ നശിപ്പിക്കുന്നവരല്ല. നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അംബാസഡേഴ്സാണ് അവർ. പൗലോസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ കാരാഗൃഹമാണ് എന്ത് ചെയ്തു? അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ച കൊണ്ട് പൗലോസിനെയും ശീലാസിനെയും മുമ്പിൽ വീണു. ആരാണോ ഈ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലാക്കിയ, കാരാഗൃഹത്തെ കാവൽ ചെയ്തുകൊണ്ടിരുന്ന കാരാഗൃഹത്തിൻ്റെ പ്രമാണി ഇപ്പോഴിതാ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണിരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന, പീഡ സഹിച്ചുകൊണ്ട്, നിന്ന സഹിച്ചുകൊണ്ട്, ഇല്ലാത്ത കേസ് തലയിൽ കെട്ടിവെച്ച്, കുടുംബത്തെ ഉപദ്രവിച്ച് പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്ന ദൈവമക്കളോട്, ദൈവവേലക്കാരോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നവർ നിങ്ങളുടെ കാൽക്കൽ വീഴുന്ന കാലം വരാൻ പോകുന്നു. അത് അതിവിദൂരമല്ല. നോർത്ത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും സുവിശേഷ വേല നിമിത്തം പീഡയേൽക്കുന്ന ദൈവമക്കളെ, അധികകാലമില്ല, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പാദത്തിൽ അവർ വന്ന് വീഴാൻ പോകുന്നു. സഹോദരന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരിറ്റ് സമാധാനം വേണം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വരുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ ദൈവമക്കളെ ആത്മാവിൽ ഞാൻ അറിയിക്കട്ടെ. നിങ്ങൾ ബലത്തോടെ നിൽപ്പീൻ, നിങ്ങൾ ശക്തിയോടെ നിൽപ്പീൻ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ ദിവസവും 4:30 മണിക്ക് എഴുന്നേറ്റ് ഏതാനും ദൈവമക്കൾ ഒരുമിച്ച് നോർത്ത് ഇന്ത്യയിൽ പീഡ അനുഭവിക്കുന്ന, സുവിശേഷ വേല നിമിത്തം കഷ്ടപ്പെടുന്ന, ഇന്ത്യയിൽ മാത്രമല്ല അനേക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വേല നിമിത്തം പീഡ അനുഭവിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? കാരാഗൃഹ പ്രമാണി ചാടി വീണു. കർത്താവിന് സ്തോത്രം. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇതുവരെയും ഒരു തടവുകാരനെ പോലെ, തടവുകാരെ ഇടപെടുന്ന പോലെ ക്രൂരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആ കാരാഗൃഹ പ്രമാണി ചോദിക്കുകയാണ്, യജമാനന്മാരെ എന്ന്.
ഇന്ന് നിന്ദിച്ചവർ നാളെ മാനിക്കുന്ന കാലം വരാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ആ കറക്റ്റ് ടൈമിൽ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ മാത്രമല്ല നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അന്ന് പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. അത് തന്നെ പൗലോസ് അപ്പോസ്തലൻ ആത്മനിറവിൽ പറയുന്നു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അന്ന് കാരാഗ്രഹ പ്രമാണി അവരെ വീട്ടിൽ കൈക്കൊണ്ടു, ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ആനന്ദത്തിൻ്റെ അനുഭവം. നിങ്ങൾക്ക് ഈ ആനന്ദം വേണമോ? രക്ഷയുടെ സന്തോഷം വേണമോ? രക്ഷ അത് കൈവിട്ട് കളഞ്ഞവർ, നഷ്ടപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടോ? ഇതുവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടോ? നിങ്ങൾക്കും കിട്ടും രക്ഷ. എങ്ങനെ കിട്ടും രക്ഷ? ഹല്ലേലൂയ. ദൈവവചനം കേട്ട് കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചാൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ആർക്കും കിട്ടും രക്ഷ. മകനെ, നിൻ്റെ ജീവിതം തകർന്നതാണോ? മകളെ, നിൻ്റെ ജീവിതം തളർന്നതാണോ? ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ആരെങ്കിലും നിങ്ങൾക്ക് രക്ഷ തരാൻ രക്ഷകനായ യേശു നിങ്ങളെ കാത്തിരിക്കുകയാണ്. യേശു നിങ്ങളെ കാത്തിരിക്കുന്നു, സ്നേഹവായ്പോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ വരൂ യേശുവിൻ്റെ അരികിലേക്ക്. യേശുവിൻ്റെ പാദത്തിൽ കാരാഗ്രഹ പ്രമാണി അന്ന് പൗലോസിനെയും ശീലാസിനെയും കാൽക്കൽ വീണതുപോലെ നിങ്ങൾ യേശുവിൻ്റെ കാൽക്കൽ വീഴൂ. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കാൽക്കൽ വീഴുന്നതല്ല ഞങ്ങൾ പറയുന്നത്. യേശുവിൻ്റെ കാൽക്കൽ വീഴൂ, യേശുവിൻ്റെ പാദത്തിൽ വീഴൂ. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് രക്ഷ തരും, രക്ഷയുടെ സന്തോഷം തരും, കുടുംബമായി ആനന്ദം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളല്ലേ, അസമാധാനങ്ങളല്ലേ, നിരാശയുടെ നെറുവീർപ്പുകളല്ലേ, സങ്കടങ്ങളല്ലേ, പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലേ, പരസ്പരം കുറ്റങ്ങളും പഴികളും പറഞ്ഞ് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം കലുഷിതമായി കഴിയുകയല്ലേ? എല്ലാം മാറും. കുടുംബമായി ആനന്ദിക്കാൻ നിങ്ങൾക്കും കർത്താവ് ഭാഗ്യം തരും. അങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു കുടുംബമാണ് ഞങ്ങൾ. 4 തലമുറയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. 87 വയസ്സുള്ള ഞങ്ങളുടെ പിതാവും 3 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമോനും, അതിൻ്റെ ഇടയിലുള്ള 4 തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ സന്തോഷമായി രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇത് നിങ്ങൾക്കും തരാൻ കർത്താവ് സന്നദ്ധമാണ്. കർത്താവ് ആഗ്രഹത്തോടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാൻ താല്പര്യമുള്ളവർ, കുടുംബമായി ഈ രക്ഷയിലേക്ക് വരണമെന്ന് ദാഹമുള്ളവർ, അല്ല രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, അവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. രക്ഷയുടെ സന്തോഷം, കുടുംബമായുള്ള ആനന്ദം നിങ്ങൾക്ക് കർത്താവ് തരും. നമുക്കിപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, രക്ഷയുടെ സന്തോഷം ഇതുവരെ അനുഭവിക്കാത്തവർ, കുടുംബമായി രക്ഷിക്കപ്പെടണമെന്ന അനുഭവത്തിലേക്ക്, രക്ഷയുടെ സന്തോഷം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ചില മാതാപിതാക്കൾ, ചില മക്കൾ, ചില സഹോദരങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെല്ലാം നാളുകളായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ മക്കളൊന്ന് രക്ഷപ്പെടണം, മക്കൾ രക്ഷയിലേക്കൊന്ന് വരണം, അവരും രക്ഷിക്കപ്പെടണം, ഭാര്യ രക്ഷിക്കപ്പെടണം, ഭർത്താവ് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ കർത്താവിൻ്റെ കരം വരുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ആനന്ദിക്കാൻ, കുടുംബമായി ആനന്ദിക്കാൻ കർത്താവ് അവസരം തരും. കർത്താവിന് സ്തോത്രം. ആ സൗഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും കർത്താവ് തരട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും കാര്യങ്ങളോ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് അതിനവസരം ഒരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.